മുത്താപ്പി കഥകൾ. ഒരു ദിവസം മുത്താപ്പിയുടെ ആന്റിയും മകളായ മണിക്കുട്ടിയും മുത്താപ്പിയുടെ വീട്ടിൽ വന്നു. കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് രണ്ടുപേരും കളിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ മണിക്കുട്ടി വല്ലാതെ കരച്ചിലായി. കാരണം എന്തെന്നോ, അവളുടെ കരടിക്കുട്ടൻ കളിപ്പാട്ടം കാണാനില്ലെന്നു. ഈ ബഹളമെല്ലാം കേട്ട മുത്താപ്പിയുടെ അച്ഛൻ അവരോട് കാര്യം അന്വേഷിച്ചു. നിങ്ങൾ ക്ഷമയോടെ കൂടി നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും അത്, അച്ഛൻ പറഞ്ഞു. അത് കേട്ട് അവർ വീടിനുള്ളിലെല്ലാം തിരയാൻ തുടങ്ങി. പക്ഷെ അവിടെയെങ്ങും ടെഡിബെയറിനെ കണ്ടില്ല. അപ്പോഴാണ് മുത്താപ്പി ഓർത്തത്, ഇന്നലെ അവർ മുറ്റത്തും കളിച്ചിരുന്നു. അവരങ്ങനെ ആ പരിസരമാകെ കരടിക്കുട്ടനെ അന്വേഷിച്ചു. ഒടുവിൽ മുറ്റത്ത് നിന്നും അവർക്ക് അതിലുണ്ടായിരുന്ന ഒരു റെഡ് റിബൺ കിട്ടി. അത് കണ്ട മുത്താപ്പിയുടെ ആന്റി പറഞ്ഞു, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും അത്. ഒടുവിൽ മുറ്റത്തെ മാവിൻ ചോട്ടിൽ നിന്നും അവരതിനെ കണ്ടുപിടിച്ചു. മുത്താപ്പിയുടെ ആന്റി അതിനെ എടുത്ത് വൃത്തിയാക്കി അവർക്ക് കൊടുത്തു. കരടിക്കുട്ടനെ തിരികെ കിട്ടിയ മണിക്കുട്ടിക്ക് വളരെ സന്തോഷമായി. അവർ രണ്ടുപേരും അങ്ങനെ പാട്ടുപാടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ലാ 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 ലാ. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുക? കരഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ ക്ഷമയോടുകൂടി തിരയുക. നമുക്ക് കണ്ടെത്താനാകുമെന്നേ, അല്ലേ?